ഓക്കെ, നമ്മൾ പ്രാക്ടിക്കൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ്. ലിബ്രെ ഓഫീസ് ബേസ് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ, ലിബ്രെ ഓഫീസ് ബേസിൻ്റെ രണ്ടാമത്തെ പ്രാക്ടിക്കലാണ്. ക്വസ്റ്റ്യൻ: എൻ്റർ ദ ഫോളോയിങ് ഇൻ എ ഡാറ്റാബേസ് ടേബിൾ വിത്ത് ദ ഫയൽ നെയിം employee_details. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ പേര് യൂസിങ് ഡാറ്റാബേസ് ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. യൂസിങ് ഡാറ്റാബേസ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇതൊക്കെ ഡാറ്റാബേസിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ദ നെയിം ഓഫ് എംപ്ലോയീസ് ഡ്രോയിങ് ബേസിക് പേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 95,000. ഡിസ്പ്ലേ ദ നെയിം ഓഫ് എംപ്ലോയീസ് ബിഗിൻ വിത്ത് R. അതായത് ബേസിക് പേ എന്ന് പറയുന്നത് ഇവിടെയാണ്, ആ കോളം ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 95,000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബേസിക് പേ കിട്ടുന്ന എംപ്ലോയീസിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്ത് വരണം. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം, പക്ഷേ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ പറയുന്ന കുറേയൊക്കെ റൺ ചെയ്തിട്ട് വേണം ആൻസർ അവിടെ കിട്ടാൻ. ഡിസ്പ്ലേ ദ നെയിം ഓഫ് എംപ്ലോയീസ് ബിഗിൻസ് വിത്ത് R. ആറിൽ തുടങ്ങുന്ന ലെറ്റർ, ആൽഫബറ്റ് ആറിൽ തുടങ്ങുന്ന എംപ്ലോയീസിൻ്റെ പേരുകൾ ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് 2 ക്വസ്റ്റ്യൻ. അപ്പോൾ നേരെ നമുക്ക് ലിബ്രെ ഓഫീസ് ബേസിലേക്ക് പോവാം. ലിബ്രെ ഓഫീസ് ബേസ് എടുത്തിട്ട് ക്രിയേറ്റ് ടേബിൾ യൂസിങ് ഡിസൈൻ വ്യൂ. അപ്പോൾ അവിടെ ഏതൊക്കെ ഫീൽഡുകളാണ് തന്നിരിക്കുന്നത് നോക്കാം. എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ജെൻഡർ, എംപ്ലോയി BP. ഇതാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. സോ ഇതിലേക്ക് വരിക, ടേബിളിലേക്ക് വരിക. ഫസ്റ്റ് എംപ്ലോയി ID ക്യാപ്സ് ലോക്ക് ഓണാക്കുക, EMB_ID. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കംപ്ലീറ്റ് നമ്പർ ആയതുകൊണ്ട് നമുക്കിവിടെ ആൽഫബറ്റ്സ് ഇല്ല. എംപ്ലോയി ID ആൽഫബറ്റ്സ് ഇല്ല. ആൽഫബറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ കൊടുക്കണം. ഇവിടെ ID നമ്പർ ആയതുകൊണ്ട് കംപ്ലീറ്റ് നമ്പർ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് N അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നമ്പർ എന്ന് വന്നിട്ടുണ്ട്. ഇനി EMB_name അത് ടെക്സ്റ്റാണ്, നമ്പറല്ല, അത് ടെക്സ്റ്റാണ്. ഇവിടെ നമുക്കിവിടെ പേരുകളാണല്ലോ, വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. വീണ്ടും എംപ്ലോയി ജെൻഡർ ടെക്സ്റ്റാണ്. EMB_gender ടെക്സ്റ്റ് തന്നെയാണ്. ലാസ്റ്റ് EMB_BP ആണ്. EMB_BP ബേസിക് പേ. ഈ BPൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. അപ്പോൾ അത് നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതൊക്കെ നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്പറാക്കി കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്പറായിട്ടുണ്ട്. ഈ ടേബിൾ 1 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പ്രൈമറി കീ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് പ്രൈമറി കീ സെറ്റ് ചെയ്യുക. പ്രൈമറി കീ അതിന് വീണ്ടും സേവ് ചെയ്യുക, ടേബിൾ ഓക്കെ ക്ലോസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ ടേബിൾ ഉണ്ടോ, ഞാൻ പ്രിപ്പയർ ചെയ്ത ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഫോമിലേക്ക് വരിക. ഫോമിലേക്ക് വന്നിട്ട് ക്രിയേറ്റ് വിസാർഡ്, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അവൈലബിൾ ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഇൻ ദ ഫോമിലേക്ക് മാറ്റുക, ഫിനിഷ് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണം. 5401 രാജേഷ് മെയിൽ. ഇനി എന്താണ് BP 1,15,300. 1,15,300. അടുത്തത് 5402 അലീന. ഫീമെയിൽ. അങ്ങനെ ഓരോന്നും നിങ്ങൾ എൻ്റർ ചെയ്യുക. അതായത് നമ്മൾ ഡാറ്റ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡാറ്റ ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് ചെയ്യുക. 80,000. നിങ്ങൾക്ക് ഇവിടെ കാണാം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേപടി ഡാറ്റ ഈ ഫോമിലേക്ക് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക. ഇനി അടുത്ത ക്വറി, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്രിയേറ്റ് ക്വറി യൂസിങ് ഡിസൈൻ വ്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടേബിൾ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓരോന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുത്തുക. അതായത് ഈ ഫീൽഡുകളെല്ലാം എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ജെൻഡർ, എംപ്ലോയി BP ഒക്കെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോളും. ഇനി നമ്മുടെ പരിപാടി ഇപ്പോൾ കഴിയും.
ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്പ്ലേ ദ നെയിം ഓഫ് എംപ്ലോയീസ് ഡ്രോയിങ് ബേസിക് പേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 95,000. 95,000 95,000 കൂടുതലോ ബേസിക് പേ കിട്ടുന്ന എംപ്ലോയീസിന്റെ പേര് വരണം. അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ബേസിക് പേനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ഫീൽഡ് നോക്കുക. ബേസിക് പേ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? ബേസിക് പേ ഇവിടെയാണ് കിടക്കുന്നത്. ബേസിക് പേന്റെ താഴെ അതേ കോളത്തിൽ റോ ഏതാ എടുക്കേണ്ടത്? ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞ റോ എടുക്കുക. ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞ റോയിൽ ബേസിക് പേന്റെ ഇവിടെ അല്ലേ, അത് കണക്ട് ചെയ്യുന്ന ജോയിൻ ചെയ്യുന്ന ഏരിയ ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുക. ബേസിക് പേ നോക്കുക ഇവിടെ. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര പറഞ്ഞിരിക്കുന്നത്? 95,000. യെസ്, 95,000. എന്നിട്ടത് റൺ ചെയ്യുക. FI ഞെക്കുക. 95,000-നേക്കാളും കൂടുതൽ സാലറി മേടിക്കുന്നവരുടെ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. രാജേഷ്, അലക്സ്, രൂപേഷ്. അപ്പോൾ അത് ആൻസറായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അത് സേവാസ് അടിച്ചിട്ട് കൊറി 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ A എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഇനി B ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്പ്ലേ ദ നെയിം ഓഫ് എംപ്ലോയീസ് ബിഗിൻ വിത്ത് R. ആറിൽ തുടങ്ങുന്ന എംപ്ലോയീസിന്റെ പേര് വിവരങ്ങൾ വരണം. ആറിൽ തുടങ്ങുന്ന. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പേരാണ് അല്ലേ? അപ്പോൾ എംപ്ലോയി നെയിം കണ്ടോ? രണ്ടാമത്തെ കോളം കണ്ടോ? എംപ്ലോയി നെയിം. അതിന് നേരെ ക്രൈറ്റീരിയൻ തന്നെ കേട്ടോ. ക്രൈറ്റീരിയൻ റോ പിടിക്കുക. എംപ്ലോയി നെയിം അത് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇവിടെ. ഓക്കെ, അവിടെ കൊണ്ടുപോയിട്ട് ലൈക്ക് കമാൻഡ് ഇതാണ്. ലൈക്ക് സ്പേസ് R സ്റ്റാർ. പഠിച്ചു വെച്ചോളാം. ലൈക്ക് സ്പേസ് R ലെറ്റർ. R എന്ന് പറഞ്ഞ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകളാണ് വരേണ്ടത്. R സ്റ്റാർ. എന്നിട്ട് ഇത് റൺ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇവിടെ ആൻസർ വന്നു. രാജേഷ്, രഘു, രൂപേഷ് 3 പേരുടെ R-ലാണ് തുടങ്ങുന്നത്. ഇത് നിങ്ങൾ വീണ്ടും സേവാസ് അടിച്ചിട്ട് കൊറി നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്താലും മതി. ക്ലോസ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത 2 കൊറി ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ടീച്ചറെ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ ഇൻവിജിലേറ്റർ ആരാണോ അവരെ കാണിച്ചു കൊടുക്കുക. ഫസ്റ്റത്തെ ഔട്ട്പുട്ട്, രണ്ടാമത്തെ ഔട്ട്പുട്ട്. R-ൽ തുടങ്ങുന്നവരുടെ ഔട്ട്പുട്ടും ഇത് 95,000 കൂടുതൽ സാലറി മേടിക്കുന്നവരുടെ അല്ലെങ്കിൽ ബേസിക് പേ കിട്ടുന്നവരുടെ ഔട്ട്പുട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. ഓക്കെ, താങ്ക് യു.